ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിലാണല്ലോ നമ്മൾ കൂടുതലും മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതെ. സോ ഇത് ക്യാൻസറിന് കാരണമാവോ? ശരിക്കും പേടിയുണ്ടല്ലേ? ശരിക്കും പേടിയുണ്ട്. അതെ, മനസ്സിലായി. നമ്മളിപ്പം മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ കെമിക്കലാണ്. ഉം, ഓക്കെ. ആ കെമിക്കല് നമ്മുടെ സ്കിന്നിന്റെ മോളിലാണ് ഉപയോഗിക്കുന്നെ. ഉം. അപ്പം വരണംന്നുണ്ടെങ്കില് സ്കിൻ ക്യാൻസറാണ് കൂടുതലായിട്ട് വരേണ്ടത്. ഓക്കെ. പക്ഷേ സ്കിൻ ക്യാൻസറിന് പ്രത്യേകിച്ച് ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിൽ വരുന്ന സ്കിൻ ക്യാൻസറിന് ഈ കോസ്മെറ്റിക്സും കെമിക്കൽസും ആയിട്ടൊന്നും ഡയറക്റ്റ് റിലേഷൻ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. കോമൺ ആയിട്ട് സ്കിൻ ക്യാൻസർ വരാനുള്ള ഒരു റീസൺ കണ്ടിട്ടുള്ളത് അൾട്രാ വയലറ്റ് റേസ്, സൺലൈറ്റ് കൊണ്ടുള്ള അൾട്രാ വയലറ്റ് റേസ് ആണ് ഓക്കെ. കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് വരുന്ന ചില രാജ്യങ്ങളുണ്ട്. ഉം, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ഓക്കെ. അവർക്ക് കൂടുതൽ ഈ സ്കിൻ ക്യാൻസേഴ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടില് കുറച്ച് മെലാനിൻ കൂടുതൽ ഉള്ളതുകൊണ്ട്, നമുക്കൊക്കെ മെലാനിൻ കൂടുതൽ ഉള്ളതുകൊണ്ട് ഈ സ്കിൻ ക്യാൻസേഴ്സ് ഒക്കെ കുറച്ച് കുറവാണ്. ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്നതിന്റെ അത്ര ഇല്ല. കോസ്മെറ്റിക്സും കെമിക്കൽസ് ഒന്നും ഡയറക്റ്റ് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ധൈര്യമായിട്ട് അപ്പൊ പക്ഷേ ലിപ്സ്റ്റിക് ആണെങ്കിലും അതെ, മറ്റ് അലർജി മറ്റു പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എപ്പോഴും എല്ലാ ഓക്കെ. കെമിക്കൽസിനും. അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പൊ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും ഒക്കെ നല്ലത് തന്നെയാണല്ലേ ശരിക്ക്? ഓ, അതെ, നല്ലത് തന്നെയാണ്. കാരണം അത് ഈ അൾട്രാ വയലറ്റ് റേനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പം ഉം. ഒരു കണക്കിന് അത് എല്ലാവർക്കും നല്ലതാണെന്ന് തന്നെ പറയാം. അതെ. എല്ലാവർക്കും ഉള്ള കൺസേൺ ആണ് ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യണോന്നുള്ളത്. ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. ധൈര്യമായിട്ട് ഉപയോഗിക്കാന്.